വെൽക്കം ബാക്ക് ടു ബേന്യൂസ് എഡിവേ PSC. അപ്പൊ കൂട്ടുകാരെ മറന്നിട്ടില്ലല്ലോ, എന്റെ ചാനലിന്റെ നെയിം എന്താണ്? ബേന്യൂസ് എഡിവേ PSC. അപ്പൊ നമ്മുടെ ചാനലിന്റെ നെയിം മാറ്റിയ കാര്യമൊക്കെ കഴിഞ്ഞ ഷോർട്സിലൂടെ നിങ്ങളെ എല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ലാസ് മിസ്സാക്കരുത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലികത്തിലെ പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള ഏതാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ക്ലാസ്സിലൂടെ നമുക്ക് ഇപ്പോൾ തന്നെ ഇതെല്ലാം പഠിച്ച് സെറ്റാക്കി പോവാം. അപ്പൊ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ നോക്കാം, നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: 2026 അന്തർദേശീയ വനിതാ ദിനത്തിന്റെ പ്രമേയം ഏതെന്നാണ്. 2026 അന്തർദേശീയ വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഗിവ് ടു ഗെയിൻ എന്നതാണ് അന്തർദേശീയ വനിതാ ദിനം. 2026 അന്തർദേശീയ വനിതാ ദിനം ആചരിക്കുകയുണ്ടായി. എന്നാണ് അന്തർദേശീയ വനിതാ ദിനം എന്നാണ് മാർച്ച് 8 അല്ലെ. അപ്പൊ അന്തർദേശീയ വനിതാ ദിനം 2026 പ്രമേയം എന്താണെന്ന് വെച്ചാൽ ഗിവ് ടു ഗെയിൻ ആണെന്ന് ഓർത്തു വെക്കാം. ഇനി അതുപോലെ തന്നെ അന്തർദേശീയ വനിതാ ദിനം ആചരിക്കുന്ന ദിനം എന്താണ്? മാർച്ച് 8 മനസ്സിലാക്കി. അതുപോലെ പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ് ഏതാണ്? 2026 അന്തർദേശീയ വനിതാ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം എന്താണ്? അപ്പൊ ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത് പ്രമേയം? റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. അപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ ചോദ്യം ചോദിക്കാം. 2026 അന്തർദേശീയ വനിതാ ദിനത്തിന്റെ പ്രമേയം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? ഗിവ് ടു ഗെയിൻ അല്ലെ, ഗിവ് ടു ഗെയിൻ എന്നാണ്. എന്നാൽ 2026 അന്തർദേശീയ വനിതാ ദിനത്തിൽ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്: റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. ഇനി വനിതാ ദിനത്തെ കുറിച്ച് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയാലോ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകളുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും അവരുടെ അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി നോക്കാം, 1977 UN അന്താരാഷ്ട്ര വനിതാ ദിനമായി ഔദ്യോഗികമായിട്ട് ആചരിച്ചത്. അപ്പൊ ഔദ്യോഗികമായിട്ട് UN അന്താരാഷ്ട്ര വനിതാ ദിനം അംഗീകരിച്ചത് എന്നാണ്? 1977. ഈ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും ഉടനീളമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഈ വനിതാ ദിനം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് ഉയർന്നു വന്നത്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യത്തിൽ പോവാം. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദ്യം. എന്താണ് ആ പദ്ധതിയുടെ പേര്? നിർഭയ നിശ. അപ്പൊ നിങ്ങൾക്ക് നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അപ്പൊ ഭയമില്ലാതെ രാത്രി സഞ്ചരിക്കാനുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് അതിന്റെ പേര് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാം. എന്താണത്? നിർഭയ നിശ എന്നാണ്. അപ്പൊ എന്താണ് നിർഭയ നിശ എന്ന് പറയുന്നത്? കേരള പോലീസിന്റെ പദ്ധതിയാണത്. നിർഭയ നിശ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനാചാരത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ നിർഭയ നിശയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കേരളത്തെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്ന്? കേരളത്തെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനം പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1 കേരളത്തെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ IT വകുപ്പ് സജ്ജമാക്കിയ ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം ഏതാണ്? ചോദ്യം ഏതാണ്? കേരളത്തിലെ IT വകുപ്പ് സജ്ജമാക്കിയ ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം ഏതാണ്? നമ്മുടെ കേരളമാണ്. എന്താണ് ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം എന്നാൽ? നോക്കാം. സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ തന്നെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള കേരള സംസ്ഥാന IT വകുപ്പിന്റെ IT മിഷന് കീഴിലുള്ള പ്രധാന ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ കേരളം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത രണ്ട് ചോദ്യത്തിൽ കടക്കാം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ്? 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്? തൃശ്ശൂരാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ല എന്ന് വെച്ചിരുന്നത് കണ്ണൂരാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് നോക്കൂ. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. ഇതാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡിജി കേരളം എന്ന് അറിയപ്പെടുന്നു. നോക്കാം. രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? അത് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് വെച്ചത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റിന് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? അപ്പൊ ഇത് എന്തായാലും എക്സാമിനേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്താണ്? രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് വെച്ചത് കേരളമാണ്.
അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്? സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നിയമിതനായത് കെ സോമപ്രസാദ് ആണ്. അപ്പൊ സംസ്ഥാന വയോജന കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായ ആരാണ്? കെ സോമപ്രസാദ് ആണ്. ഇനി വയോജന കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അതുപോലെ കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ കമ്മീഷൻ അംഗങ്ങളും ചെയർപേഴ്സൺ കാലാവധി, ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പൊ ചെയർപേഴ്സൺ, കമ്മീഷൻ അംഗങ്ങൾ എന്നിവയുടെ ഔദ്യോഗിക കാലാവധി എന്താണ്? 3 വർഷമാണ്. അതുപോലെ തന്നെ വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 പേരെന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നിയമിതനായത് കെ സോമപ്രസാദ്. അതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ആദ്യമായി വയോജന കമ്മീഷൻ ഉപയോഗിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചത് കേരളമാണ്. സംസ്ഥാന വയോജന കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ആണ് കെ സോമപ്രസാദ്. ഇനി വയോജന കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങൾ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ കാലാവധി, ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പൊ നമ്മളിന്ന് പ്രധാനപ്പെട്ട, നമുക്ക് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ഈ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ക്ലിയർ ചെയ്യാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമായി തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ ഫ്രം മീ. താങ്ക് യു.